ലഹരി ഉപയോഗിച്ചാൽ ഒരു ഫുട്ബോൾ താരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? അതിൽ മയക്കുമരുന്നും മദ്യവും പുകവലിയൊക്കെ പെടും. ഒരാളൊന്ന് കൈ ഉയർത്തി പറയോ? ഓക്കെ, ഇവിടെ ജർമ്മനിന്റെ ജേഴ്സി ഇട്ടിരിക്കുന്ന ആള്, ജർമ്മനി ജേഴ്സി ഇട്ടിരിക്കുന്ന ആള്, ജർമ്മനി അല്ല, ഇപ്പൊ അർജന്റീന ജേഴ്സി ഇവിടെ ബേക്കേക്ക് നോക്കുന്ന ആളാണ്. ഒന്ന് എണീറ്റ് പെട്ടെന്ന് പറയൂ. ഫുട്ബോൾ കളിക്കാറില്ലേ? എന്താ പേരെന്താ? ഓക്കെ, ഫുട്ബോൾ കളിക്കുന്ന ഒരാള് ലഹരി ഉപയോഗിച്ചാൽ ആൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ശരി തെറ്റൊന്നും പ്രശ്നമാക്കണ്ട, അറിയുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ മതി. സ്റ്റാമിന ഉണ്ടല്ലോ, വെരി ഗുഡ്. പിന്നെന്താണ്? ഫോക്കസ് കിട്ടൂല. മതി, നല്ല കൈ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്റ്റാമിന ഇല്ലെങ്കിൽ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെയും ഇപ്പൊ ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന തൂഫാൻ, അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് നടത്തുന്ന തണ്ടർ പോലുള്ള പദ്ധതികൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ അണിനിരക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. തയ്യാറാണെങ്കിൽ നല്ലൊരു കൈയടി. തീർച്ചയായിട്ടും നമുക്കറിയാം, ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ ശൈലിയിൽ മനോഹരമായിട്ടുള്ള കുറിയ പാസുകൾ, യൂറോപ്യൻ ശൈലിയിലുള്ള ലോങ് പാസുകൾ, മനോഹരമായിട്ടുള്ള ഡ്രിബ്ലിങ്ങുകൾ, അങ്ങനെ തന്ത്രങ്ങളും കേളി ശൈലികളൊക്കെ മാറ്റുരച്ചുകൊണ്ട് ലോകത്തിൻ്റെയൊക്കെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഒരു പന്തിന് പുറകെ ആവുന്ന മനോഹരമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ലോകമാസകലം സൃഷ്ടിക്കുന്ന യുദ്ധവും വിദ്വേഷവും ഒക്കെ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിന്റെയും തീവ്രദേശീയതയുടെ ഒക്കെ വിഷയങ്ങളെ മറികടന്നുകൊണ്ട് മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന, കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരങ്ങളെ ഒന്നിപ്പിക്കുന്ന അപാരമായിട്ടുള്ള ഒരു ശക്തി ഫുട്ബോളിനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 4 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന ഈ ലോകകപ്പിന് നമ്മളൊരു ഫ്ലെക്സ് വെക്കുകയെ ഇതുപോലുള്ള ആഘോഷങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ രീതിക്കുമുള്ള ഉന്നതിക്ക് നിർബന്ധമാണ് എന്ന് മാത്രം പറയട്ടെ. മാത്രമല്ല, അതിന്റെ കൂടെ നിരവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ, ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കായിരുന്നു, ബ്രസീലിന്റെ മനോഹരമായിട്ടുള്ള ഫ്ലെക്സ്, അതിന്റെ തൊട്ടു മുൻപ് ബ്രസീലും അർജന്റീനയും ജർമ്മൻ, ഈ 3 രാജ്യങ്ങളുടെയും ആരാധകര് സംയുക്തമായിട്ട് വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഫ്ലെക്സ് ഇല്ലേ, വരുന്ന വഴിക്കില്ലേ? ഇതൊക്കെ എന്തിനാണ്? നമ്മളെ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യരെ ഒന്നിപ്പിക്കാനും സ്നേഹിക്കാനും. സ്പാനിഷ് ഫുട്ബോൾ പറയുമ്പോൾ നമുക്കറിയാം, ടിക്കി ടാക്ക, വൺ ടച്ച് പാസ് ഒക്കെ. നമ്മൾ ഫുട്ബോൾ മനോഹരമായിട്ട് കളിക്കുമ്പോൾ പെട്ടെന്നൊരു വൺ ടച്ച് പാസ് കിട്ടുമ്പോൾ നമുക്ക് റിയാക്ഷൻ ടൈം ഇല്ല, പ്രതികരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക? ആ പാസ് മിസ്സാവൂലേ? ഗോളാവോ? ഇല്ല. അപ്പൊ ഫുട്ബോൾ കളിക്കുന്ന ഒരാള് മയക്കുമരുന്ന് ലഹരിയൊക്കെ ഉപയോഗിച്ചാൽ അവരുടെ റിയാക്ഷൻ ടൈം കുറയും. വൺ ടച്ച് പാസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അന്തം വിട്ട് നിൽക്കും. ഗോൾ അടിക്കാൻ കഴിയോ? ഇല്ല. അതുപോലെ തന്നെ ശ്വാസകോശത്തിന്റെ പ്രവർത്തന ശേഷി കുറയും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പേശികളിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയും. അതുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ കിതയ്ക്കുന്നത്. അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലേ? പുകവലിക്കുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ പിന്നെ പുകവലി മദ്യപാനൊക്കെ തുടങ്ങുന്നതനുസരിച്ച് ഇവർ കിതയ്ക്കും. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാമിനയൊക്കെ കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ പേശികളുടെ ബലം കുറയും. കാരണം എന്താ? നമ്മുടെ ശരീരത്തിന്റെ ബാലൻസും കാര്യങ്ങളൊക്കെ പ്രശ്നമാവും. ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പേശികളുടെ ബലം കുറയും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നല്ലൊരു സ്ട്രൈക്കർ ഗോൾ അടിക്കണമെങ്കിൽ എന്ത് വേണം? കാലിന്റെ പേശികൾക്കൊക്കെ ഉറപ്പ് വേണ്ടേ? അതുപോലെ തന്നെ എന്താണ്, നന്നായിട്ട് ഓടണമെങ്കിലൊക്കെ പേശികൾ വേണം അല്ലേ? അപ്പൊ മയക്കുമരുന്ന് ലഹരിയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പേശികളുടെ ബലം കുറയും. അടുത്ത എന്താണ്? മാനസികാരോഗ്യം തകരും. കാരണം ലഹരി ഉപയോഗിച്ചാൽ നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. നേരത്തെ അവിടെ അർജന്റീന ആരാധകൻ പറഞ്ഞതുപോലെ നമ്മുടെ ഫോക്കസും കാര്യങ്ങളൊക്കെ കുറയും, ശ്രദ്ധ കുറയും, ഓർമ്മക്കുറവുണ്ടാവും. ഈ കാര്യം പിന്നെ കളിക്കാൻ കഴിയോ? നന്നായിട്ട് കളിക്കാൻ കഴിയോ? കഴിയില്ല. അപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു, 4ഉം കുറയും. പ്രതികരണശേഷി കുറയും, അതുപോലെ തന്നെ പേശികളുടെ ബലം കുറയും, അല്ലെ, ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കുറയും, ഇതൊക്കെ കുറയും. ഇനി 5ാമത് പറയുന്നത്, അത് കൂടുക ചെയ്യാം. എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പരിക്കുകൾ കൂടും. കാരണം എന്താണ്? ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളെ ബാധിക്കും, നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളുടെയും കോർഡിനേഷനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? പരിക്കുകൾ കൂടും. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇത്രയും പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് കേൾക്കുന്ന
ഫുട്ബോൾ കാണുന്ന, ഫുട്ബോൾ കളിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മൾ അർജന്റീനയ്ക്ക് വേണ്ടി ആവേശത്തോടെ ജയ് വിളിക്കുമ്പോഴും ബ്രസീലിന്റെ കളി ഹൃദയപൂർവ്വം ആസ്വദിക്കുമ്പോഴും നമ്മൾ ഒന്ന് ഉറപ്പിക്കണം, എന്ത്? ലഹരി ഞാൻ ഉപയോഗിക്കില്ല. ലഹരി ഉപയോഗിച്ച് എന്താ സംഭവിക്കുക? നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതികരണ ശേഷി കുറയും, ശ്വാസകോശത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, മസിലിന്റെ പവർ കുറയും, അതുപോലെ തന്നെ എന്താണ്, പരിക്കുകൾ കൂടും, ഓർമ്മശക്തിയും ശ്രദ്ധയൊക്കെ കുറയും, മാനസികാരോഗ്യം കുറയും. വിപിൻ സാറ്, അതുപോലെ തന്നെ കളികാവ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥര്, അവിടെയൊക്കെ മുക്തകണ്ഠം ഒരു വട്ടം കൂടി നമ്മൾ എല്ലാവരും പ്രശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഒരു ലഹരിമുക്ത പ്രതിജ്ഞയുമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇറങ്ങേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടക്കാം. അഷ്റഫ് ദോസ്തൊക്കെയാണ്, അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിന് ഒരു പ്രത്യേക സമ്മാനം കിഡ്നി സ്റ്റോറി സമ്മാനമായി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. അതില് റണ്ണറപ്പ് ആയിട്ടുള്ള ടാസ്ക് ഫുട്ബോളിനുള്ള ട്രോഫിയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഫിറ്റ്നസ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി തട്ടാകുന്ന് ടീമംഗങ്ങളെ, കീപ്പട ടീമംഗങ്ങളെ ക്ഷണിക്കുന്നു. നൽകുന്നതിനു വേണ്ടി സി.ടി. ചെറിയയും വാർഡ് മെമ്പർ ജിംഷാദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സി.കെ. ബാബു, ഷിബിന്, സച്ചിന് എല്ലാവരെയും ഫിറ്റ്നസ് ട്രോഫി നൽകുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ഈ മത്സരം ഇവിടെ വിജയിക്കുന്നതിന് വേണ്ടി വളരെ ഭംഗിയായിക്കൊണ്ട് റഫറിംഗ് അമ്പയറിംഗ് നിർവഹിച്ച പ്രിയപ്പെട്ട യൂനുസ് അലി, അതുപോലെ തന്നെ കോർഡിനേറ്റർ അൻഷാദ്, അതുപോലെ തന്നെ കമ്മിറ്റിയുടെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു.